സുഹൃത്തുക്കളെ, ഞാനൊരു മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസിലായിരിക്കുന്നതിനാലും ഈ ഒരു ദിവസം ഞാൻ മദ്യം കഴിച്ചിട്ടില്ല. എന്റെ പേര് രാജേഷ്. ഹായ് രാജേഷ് ചേട്ടാ. എല്ലാവർക്കും ഹായ് ഹായ് രാജേഷ് ചേട്ടാ. ഹായ് ഹായ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായി ഓൺലൈൻ മീറ്റിങ്ങില് ഈ ഒരു സാഹസമായിട്ട് വന്നിട്ട്. എനിക്ക് തോന്നുന്നു 2 വർഷത്തിനെങ്കിലും മുകളിലായി കാണും. ഇടയ്ക്ക് രാമേട്ടൻ ഇങ്ങനെ വിളിക്കും, പക്ഷെ പല സാഹചര്യങ്ങളിൽ സാധിക്കാറില്ല. ഏതൊക്കെയായാലും എൻ്റെ ഒരു രാമേട്ടൻ ചോദിച്ചു, ചെയ്യാവുന്ന ഏറ്റു. എനിക്കറിയില്ല, കാരണം എനിക്കിതിൻ്റെ ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഇപ്പം മറന്നുപോയി. 2 വർഷത്തോളമായി ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ആയിട്ട്, ഈ വിഷയാവതരണം ഓൺലൈൻ പരിപാടിയൊക്കെ ആയിട്ട് ഇരുന്നിട്ട്. എന്തായാലും എനിക്ക് തന്നിരിക്കുന്ന സമയം എനിക്കറിയില്ല, 1 മണിക്കൂറാണെന്നാണ് പറഞ്ഞത്. ഞാൻ സമയം തീർക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 5 മിനിറ്റ് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ കട്ട് ഓഫ് ചെയ്തോളാം. ഓക്കെ. ഓ യെസ്, താങ്ക് യു. ഏതായാലും എല്ലാവരും ഒരുപാട്, ഞാൻ നോക്കി ആരൊക്കെയാ ഉള്ളതെന്ന്. ഒരുപാട് പേരുടെ പേരുകൾ കാണുന്നുണ്ട്. സന്തോഷം. നമുക്കൊരു വിഷയാവതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയാവതരണമായിട്ടൊന്നും കണക്കാക്കണ്ട. ഞാനൊരു മദ്യാസക്തനാണ്. അപ്പോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്കൊരു ആധികാരികതയൊന്നും അതിന് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. എൻ്റെ മൊബൈലിന് എന്തോ ചെറിയ കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട്, നോക്കാം. ഹോൾട്ട്, ഇപ്പൊ നമ്മുടെ മോഡറേറ്റർ പറഞ്ഞു ഹോൾട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. 4 ഇംഗ്ലീഷ് വാക്കുകളുടെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ ചേർത്താണ് നമ്മൾ പറയുന്നത്. ഹങ്കർ, ആങ്കർ, ലോൺലിനെസ്, ടയേർഡ്നെസ്. അതായത് വിശപ്പ്, കോപം, ഏകാന്തത, ക്ഷീണം എന്നീ 4 വാക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, അരുതുകൾ, നോ എന്ന് പറയുന്ന ഒരു കാര്യം ഏലില്ല എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്നില്ലെങ്കിലും നമ്മളത് ഒരു ആ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മളൊക്കെ മദ്യാസക്തരാണ്. അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ നമ്മളൊക്കെ മദ്യം കഴിച്ചിട്ടുണ്ട്. പലപ്പോഴും കുറച്ച് നാള് മദ്യം കഴിക്കാണ്ടിരുന്നാൽ വീണ്ടും ആ ഒരു കുടിയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ നമ്മളെല്ലാവരും നേരിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ പീരീഡ്, അതായത് കുടിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതേതൊക്കെയാലും നമുക്ക് സാധിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ വന്നതിന് ശേഷമാണ്. അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ചില കാര്യങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സുബോധ ജീവൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം നമ്മളെല്ലാവരും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ആ ഒരു 34 എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ തുടക്കത്തിൽ. അതിന്റെ ഒരു ഇൻഡെക്സിൽ 31 കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സുബോധവാനായി ജീവിക്കുന്നതിനുള്ള ചില സൂചനകൾ, സം ടിപ്സ് ഓൺ ലിവിങ് സോബർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചില മുന്നറിയിപ്പുകൾ, നമുക്ക് ചില വാർണിങ്സ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. എങ്ങനെയാ നമ്മളൊക്കെ ഇപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് നമ്മൾ മദ്യം കഴിക്കാതിരിക്കുന്നത്? നമ്മൾ പറയുന്നുണ്ട് നമ്മൾ അത്ഭുതങ്ങൾ സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയൊരു ശക്തി നമുക്ക് സാധിക്കാത്തത് നമുക്ക് ചെയ്തു തന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത് വെറുതെ ഇരുന്ന് നമുക്ക് കിട്ടിയ ചില കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില ശ്രമങ്ങൾ എടുക്കുകയും ആ ശ്രമങ്ങൾക്കൊടുവിൽ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരു കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു, എല്ലാവരും പറയുന്നത് കേട്ടു, അപ്പൊ കുടിക്കാതിരിക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ നിരന്തരം ഞാൻ ഈ മദ്യവുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഞാൻ വേറെ രീതിയിൽ പറയുന്നതല്ല, നിരന്തരം ഞാൻ മദ്യപാന സദസ്സുകളിൽ പോകുന്നു, മദ്യം കഴിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ യാത്ര പോകുന്നു, മറ്റുള്ളവർക്ക് മദ്യം പകർന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ നിരന്തരം ഈ ഒരു സാഹചര്യവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ജീവിതാവസ്ഥയിലാണെങ്കിൽ ഏറെ താമസിയാതെ ഒരു പക്ഷെ ഞാൻ കുടിച്ചു വന്നിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചില സൂചനകൾ, മദ്യത്തിൽ നിന്നും അകന്നു നിൽക്കുക,
എന്ന് പറഞ്ഞാൽ മദ്യം കുടിക്കാതിരിക്കുക എന്ന് മാത്രമല്ലല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നെ മദ്യപാനത്തിലേക്ക് നയിച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും ചില അവസ്ഥകളിൽ നിന്നും ഞാൻ മാറി നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനായിട്ടാണ് നമുക്ക് ചില സൂചനകൾ തരുന്നത്. നിങ്ങൾ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ പഴമക്കാരും അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറുകളൊക്കെ നമ്മളോട് പറയുന്നത് ആ ഒരു തൊട്ടടുത്ത കുടിയിലേക്ക് നമ്മൾ പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസ് ആവണം, മദ്യാസക്തൻ എല്ലാ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, അവിടെ നോ എന്ന് പറയുന്ന വാക്കില്ല, അരുതുകൾ ഒന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ പോലുള്ള മദ്യാസക്തർ വളരെ ക്രൂക്കടാ ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഏല് വന്നാലോ എന്തും ചെയ്യാം എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ ഒരുപക്ഷെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലേക്ക് പോകും. അപ്പം ഇതൊരു സ്വയം നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞു തന്നല്ലേ നമുക്കറിയാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വായിച്ചൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള ചില സൂചനകളാണ് ഇന്നത്തെ ആ ഒരു 4 വാക്കുകൾ ഒരു മദ്യാസക്തനോട് നമ്മുടെ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാര് പറയുകയാണ്. മോനെ അല്ലെങ്കിൽ സുഹൃത്തെ, നീ ചില കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ നമ്മുടെ ആ ഒരു 4 വാക്കുകളിൽ നമുക്കറിയാം. നീ വിശന്നിരിക്കരുത്, നീ കോപിക്കരുത്, നീ ആ ഒരു ഒറ്റയ്ക്ക് ഇരിക്കരുത്, അല്ലെങ്കിൽ ഒരു ഏകാന്തത അനുഭവിക്കരുത്, അല്ലെങ്കിൽ നീ ക്ഷീണിച്ചിരിക്കരുത്. ഇങ്ങനെയുള്ള ഒരു 4 വാക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സാമാന്യമായിട്ടൊന്ന് നമുക്കൊന്ന് ചിന്തിച്ച് ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് നമുക്ക് കരുതുക. ഏറ്റവും ആദ്യം തന്നെ നമുക്കറിയാം ഹങ്കർ, ഒരു വിശപ്പ് ഒരു മദ്യാസക്തൻ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്. മദ്യാസക്തന് മാത്രമല്ലല്ലോ വിശപ്പുള്ള, ജീവനുള്ള എല്ലാ ചരാചരങ്ങൾക്കും വിശപ്പുണ്ട്. മനുഷ്യനായാലും മൃഗമായാലും മറ്റേ ഇഴജന്തുക്കളായാലും ഒക്കെ ജീവനുണ്ടെങ്കിൽ അതിന് വിശപ്പുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് മദ്യാസക്തനോട് ഈ വിശപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആ വിശപ്പിനെ, ആ വാക്ക് തന്നെയാണ് അത് കൃത്യം, ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നത്? നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും നമ്മുടെ ആ ഒരു മദ്യപാനത്തിന്റെ തുടക്കകാലം. പലപ്പോഴും ഒരു അപ്പറ്റൈസർ ആയിട്ടൊക്കെയാണ് നമ്മൾ മദ്യം കഴിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. മിക്കവരും അങ്ങനെ ആയിരിക്കാം. അതായത് ഒരു പെഗോ 2 പെഗോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരവസ്ഥ. ശരിയായിരുന്നു ഞാനും. ഈ സാധാരണഗതിയിൽ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്ന എന്നെ പോലുള്ളൊരു ഒരു മദ്യാസക്തനൊക്കെ ഈ 2 പെഗ് അല്ലെങ്കിൽ 2.5 3 പെഗ് കഴിച്ചാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അമിതമായിട്ടല്ല, പക്ഷെ ഈ മദ്യപിക്കാതിരിക്കുമ്പോൾ കഴിക്കുന്ന അളവിൽ കൂടുതൽ ഒരു 1 2 3 പെഗ് കഴിച്ചാൽ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇതുമായിട്ട് നമ്മളൊരു അതായത് ഈ കൂടുതൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ മദ്യം കഴിച്ചേ തീരൂ എന്നുള്ള ഒരു ചിന്ത ആ ഒരു നമ്മുടെയൊക്കെ മനസ്സിൽ എങ്ങനെയോ വേരൂന്നിപ്പോയി. അങ്ങനെയാണല്ലോ കൃത്യമായിട്ടും. എനിക്കൊക്കെ അത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ അവസാനമൊക്കെ സമയമായി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു മറ്റേ സമയത്തിന്റെ ഒരു പരിമിതി ഒന്നുമില്ല, എപ്പോഴും മദ്യമായിരുന്നു. പക്ഷെ ഒരു തുടക്കകാലം തൊട്ടൊരു ഇടക്കാലം വരെയുള്ള ആ ഒരു കാലഘട്ടത്തില് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് 2 പെഗ് കഴിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 പെഗ് കഴിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കായിരുന്നു. അപ്പൊ ഈ മദ്യവും നമ്മുടെ ഈ ഭക്ഷണ രീതിയും അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയോ നമ്മുടെയൊക്കെ ആ ഒരു ചിന്തകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തലച്ചോറിൽ അങ്ങനെ വേരൂന്നിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മള് ഈ ബിഗ് ബുക്കില് നമുക്കറിയാം മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഒരു കുറച്ചു കാലം മദ്യത്തിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തി പിന്നീട് ഈ റൊട്ടിയും പാലും കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ കയറി. അദ്ദേഹം അതിനു മുമ്പ് അവിടെ കയറിയിരുന്നു, മദ്യപിക്കുന്ന സാഹചര്യങ്ങളും കയറിയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. അപ്പൊ വീണ്ടും അവിടെ കയറി പാലിനൊപ്പം അദ്ദേഹം വിസ്കി ഓർഡർ ചെയ്തു. അങ്ങനെ ആ ഒരു മിക്സ് ചെയ്ത് കഴിച്ച കഥയൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊരു പഴമക്കാരനുണ്ട്. അദ്ദേഹം പലപ്പോഴും ഷെയർ ചെയ്യാറുള്ള ഒരു കഥയാണ്. അദ്ദേഹം മദ്യത്തിൽ നിന്ന് മാറി നിന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് ദൂരെ ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. ഉച്ച സമയമായി, ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം പെട്ടെന്നൊരു കള്ളി ഷാപ്പാണ് കണ്ടത്. അദ്ദേഹം ഷാപ്പിൽ കയറി കപ്പയൊക്കെ കഴിച്ചു. അപ്പം ഇത് കുടിക്കാൻ വെള്ളം വേണമല്ലോ. അപ്പൊ കുടിക്കാൻ വെള്ളം ചോദിക്കണമെന്നുള്ള തോന്നലിൽ തന്നെ അദ്ദേഹം അവിടുത്തെ ആ ഒരു ജീവനക്കാരനെ വിളിച്ചു. പക്ഷെ അദ്ദേഹം ഓർഡർ ചെയ്ത വെള്ളമായിരുന്നില്ല, മറിച്ച് ഒരു ഗ്ലാസ് പനങ്ങളായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് രാത്രിയിൽ എപ്പോഴും എങ്ങനെ വീട്ടിലെത്തി ആരൊക്കെയോ കൊണ്ടാക്കി ആ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു മദ്യപാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ അമിതമായിട്ട് മദ്യപിക്കുന്ന ഒരു അവസരത്തിലേക്ക് എത്തി. അപ്പൊ ഇത് വളരെ എന്താ പറയാ ഒരു ഈ മദ്യവും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭക്ഷണവും തമ്മിൽ നമ്മൾ വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു സമയത്തുണ്ടായിരുന്നു. അവസാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് അവശേഷിച്ചു. കാരണം ഇത് ഓക്കാനം വരിക അല്ലെങ്കിൽ ഛർദ്ദിക്കുക
മനം പുരട്ടുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഉള്ള ഒരു ജീവിതാവസ്ഥ അവസാനം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ആദ്യകാലത്തൊക്കെ ഈ ഒരു സാഹചര്യം നമ്മളൊക്കെ അഭിമുഖീകരിച്ചതാണ്. ഇപ്പൊ എന്താണ് നമ്മൾ ആ ഒരു ഇപ്പൊ എനിക്ക് വിശന്നു, എനിക്ക് അടുത്ത ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ പോരെ. എന്താണ് നമ്മളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മദ്യവുമായിട്ട് കൂട്ടിക്കുഴഞ്ഞുള്ള ഒരു ഇടപാടിലേക്ക് നമ്മളെ നയിച്ചത് എന്നുള്ളതാണ് ഇതുമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മള് ഇതൊക്കെ ഒരു ഇൻസാനിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്താ അങ്ങനെ ഒരു രീതി? എത്രയോ ആൾക്കാർ വിശക്കുന്നുണ്ട്, അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് കയ്യും മുഖം വിട്ട് പോയി കഴിയുമ്പം നമുക്ക് മാത്രം എന്താ, മധ്യാസക്കാരെ സംബന്ധിച്ച് എന്താണ് ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മദ്യാസക്തനോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഈ വിശന്നിരിക്കരുത് എന്നുള്ളൊരു കാര്യം. കാരണം സ്വാഭാവികമായിട്ടും വിശന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശരീരത്തിന് തളർച്ച നമുക്ക് നേരിടും. സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളത് ഈ ഒരു മദ്യത്തെക്കുറിച്ചായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വിശന്നിരിക്കരുത്. നമ്മുടെ ആ സുബോധ ജീവിതം എന്നുള്ള ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ടിപ്പായിട്ട്, ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമ്മളോട്. അപ്പം അത് ഒഴിവാക്കുക, ആ ഒരു സാഹചര്യം ഒഴിവാക്കുക. ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന കാര്യവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ശാരീരിക എന്താ പറയുക, ശാരീരിക അവസ്ഥകൾ വെച്ച് നമ്മുടെ യുക്തം പോലെ നമ്മൾ വിവേകപൂർവ്വം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും കോമൺ ആയിട്ട് ആപ്ലിക്കബിൾ ആകാൻ സാധിക്കില്ല. കാരണം എന്റെ ശരീരപ്രകൃതിയല്ലോ വേറൊരു മദ്യാസക്തനുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള രീതിയിൽ അവരാശയത്തെ നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി ഇതിപ്പോ നമ്മൾ വളരെ ആ ഒരു നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മദ്യാസക്തി എന്നുള്ള രോഗം നമ്മുടെ ശരീരത്തെ മാത്രമല്ലോ ബാധിക്കുന്നത്. മദ്യാസക്തി നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും ആത്മീയ തലത്തിലും ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഇതൊന്നും ഞാൻ വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണകളുള്ള വ്യക്തികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി വേറൊരു രീതിയിൽ നമ്മൾ ഈ ഒരു വിശന്നിരിക്കരുത് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുമ്പോൾ അത് വെറുതെ ഒരു നമ്മുടെ ഈ വയറിന്റെ വിശപ്പ് മാത്രമാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്റെ ഒരു ഞാൻ അങ്ങനെ ചിന്തിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് ആൽക്കഹോളിക്സ് അനോണിമസ് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് എന്താണ് നമ്മൾ ഈ വിശപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് പര്യാപ്തമായ എന്തോ ഒന്നിന്റെ ഒരു അഭാവം. അതാണല്ലോ, നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു, കുറെ കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മൂലം ആ ഭക്ഷണം ദഹിക്കുന്നു, വീണ്ടും വിശക്കുന്നു, നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, അതും ദഹിക്കുന്നു, വീണ്ടും വിശക്കുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ആ ഒരു ദഹിക്കുന്ന അവസ്ഥയിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണം അനുഭവപ്പെടും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരം ഇങ്ങനെയുള്ള ഭക്ഷണ വസ്തുക്കളെ ആവശ്യപ്പെടുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ ഈ വിശപ്പിന്റെ രൂപത്തിലൊക്കെ നമുക്ക് തോന്നുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ആ ഒരു ശാരീരികമായിട്ടുള്ള ഒരവസ്ഥയെ മാറ്റി നിർത്തി കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു മദ്യാസക്തൻ അവന്റെ ആ ഒരു സജീവത, ഒരു ലൈവ്ലിനെസ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ ആ ഒരു സജീവത നിലനിർത്താൻ പാകത്തിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിനെ സ്വാംശീകരിച്ച് അതിനെ അവന്റെ ജീവിതത്തിലേക്ക് എടുക്കുക എന്നുള്ളൊരു പ്രക്രിയയും കൂടെ ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഭക്ഷണം അതൊരു വലിയൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമല്ലല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് മദ്യാസക്തി എന്നുള്ളത് അവന്റെ ശരീരത്തെ മാത്രം ബാധിച്ച രോഗമല്ല, മറിച്ച് അവന്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്, അവന്റെ വൈകാരിക തലങ്ങളെ ബാധിച്ചിട്ടുണ്ട്, അവന്റെ ആത്മീയ തലങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസ് പറയാണ്, നീ വിശന്നിരിക്കരുത്, അല്ലെങ്കിൽ ആ ഒരു വിശപ്പ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അത് വെറും നമ്മുടെ ആ ഒരു വയറ്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളായിട്ട് മാത്രം കണക്കാക്കാതെ എനിക്കെന്താണ് ആവശ്യം, ഒരു മദ്യാസക്തൻ എന്നുള്ള രീതിയിൽ മദ്യാസക്തിയിൽ നിന്നും എനിക്ക് മോചനം കിട്ടണമെങ്കിൽ എന്തൊക്കെയാണോ ഞാൻ സ്വാംശീകരിച്ചെടുക്കേണ്ടത് അതെല്ലാം സമയാസമയങ്ങളിൽ ഞാൻ സ്വാംശീകരിച്ചെടുക്കണം എന്നുള്ള ഒരു സൂചനയും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. എനിക്ക് ഐ എം ലാക്കിങ് സംതിങ്, എന്തോ ഒരു കുറവ് എന്നിലുണ്ട്. ആ കുറവ് നികത്താൻ പാകത്തിന് എന്താണെങ്കിലും, അതൊരു പക്ഷെ ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ചില ആശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില കാര്യങ്ങളായിരിക്കാം. ഇത്
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചിട്ടവട്ടങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് സ്വാംശീകരിച്ച് ആ വിശപ്പിനെ ഞാൻ ശമിപ്പിക്കുകയും വേണം. ഇത് വെറുതെ നമുക്ക് വിശന്നു, എനിക്ക് രാവിലെ ഭക്ഷണം കഴിച്ചില്ല, ഉച്ചയായപ്പോൾ വിശന്നു, ഞാൻ പോയി ഒരു മസാല ദോശ കഴിച്ചു, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചു, 2 പൊറോട്ട ചിക്കൻ കറി കഴിച്ചു, എന്റെ വിശപ്പ് മാറി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് എന്റെ വിശപ്പെന്ന് എനിക്ക് ഇത്രയും കാലം തിരിച്ചറിയാൻ സാധിച്ചില്ല. ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് അവൻ ആകെ പ്രശ്നബാധിതമായിട്ടുള്ള ജീവിതം ആണ് ജീവിച്ചു പോകുന്നത്. മദ്യപാനം മാത്രമാണ് ഒരു പ്രശ്നമെന്ന് കരുതി നമ്മളൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു. നമ്മളോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു മദ്യപാനം ഒരു ലക്ഷണം മാത്രമായിരുന്നു എന്ന് പറയും. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതുണ്ടെന്നും ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് പറയുന്നു. അപ്പോ ഇത് വെറും ഒരു അനിയന്ത്രിതമായിട്ടുള്ള കുടിയെ നിയന്ത്രണ വിധേയമാക്കുകയോ അല്ലെങ്കിൽ ആ കുടിയെ പാടെ നിർത്തിക്കളയുകയോ ചെയ്ത ഒരു ഏർപ്പാടല്ലല്ലോ. അതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പുരോഗതിക്ക് ഒരു മദ്യാസക്തൻ തയ്യാറാവേണ്ടതുണ്ട്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നമ്മളോട് പറയുന്നുണ്ട്. അപ്പം അതിന്റെ കുറവാണ് എന്നിലെ ഈ അസ്വസ്ഥത എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കണം. അപ്പം ഞാനിങ്ങനെ പരാതികൾ പറയാതെ, ഞാനിങ്ങനെ നിരന്തരം ആകുലതകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ, നിരന്തരം പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ, അയ്യോ എനിക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല. പലപ്പോഴും നമുക്കറിയാലോ, ആരോ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പഴമക്കാരൻ, അദ്ദേഹം വേറൊരു മെമ്പറോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറെയൊക്കെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം മറ്റേ ആള് പറഞ്ഞു, ഞാനിപ്പോ വിളിക്കാറൊന്നുമില്ല. എന്താ കാര്യം? അല്ല, എനിക്കിപ്പോ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല എന്ന് പറഞ്ഞൊരു കഥ ഒരു പഴമക്കാരൻ ഷെയർ ചെയ്യുണ്ടായി. അപ്പൊ പലപ്പോഴും എന്തിനാ സ്പോൺസറെ വിളിക്കണേ, എന്തിനാ മീറ്റിങ്ങിന് തന്നെ, എന്തിനാ ലിറ്ററേച്ചർ വായിക്കണേ? വീട്ടിലാകെ പ്രശ്നം, ഭാര്യ സ്വയം തരുന്നില്ല, കുട്ടികൾ സ്വയം തരുന്നില്ല, ജോലി സ്ഥലത്ത് സ്വയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയൽവക്കക്കാരനുമായിട്ട് പ്രശ്നം, പുറത്തുള്ള അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ ഞാൻ റിക്കവറി മീറ്റിങ്ങിൽ വരുന്നു, ഞാൻ ബുക്ക് വായിക്കുന്നു. അതല്ലല്ലോ, മറിച്ച് എന്നിൽ എന്തൊക്കെയോ ചില കുറവുകളുണ്ട്, എന്നിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്റെ പുരോഗതി ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നുള്ള തോന്നലിന്റെ തുടക്കത്തിൽ നിന്നാണ് നമുക്ക് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന കാര്യങ്ങൾ പയ്യെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്തോ എന്തിന്റെ അഭാവത്തെ തിരിച്ചറിയുകയും ആ അഭാവത്തെ നമുക്ക് എങ്ങനെ നികത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അന്വേഷണമാണ് ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു സത്ത എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴല്ലേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്, ഈ വിശപ്പ് എന്നുള്ള ഒരു കാര്യത്തെ നമ്മുടെ ഒരു ശരീരവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി നിർത്താതെ കുറച്ചുകൂടി അതിനെ ഒന്ന് വിശാലപ്പെടുത്തി നമ്മുടെ ആ ഒരു വെറും ഒരു ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങാതെ, നമുക്കറിയാം ബിഗ് ബുക്ക് എങ്ങനെയാണ് ആത്മീയ തലം, ഒരു റെലം ഓഫ് സ്പിരിറ്റ് അതിനെ വിശദീകരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. ആ വളരെ വിശാലമായതും ഒന്നിനെയും തടസ്സം ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ബിഗ് ബുക്കിലുണ്ട്, ഏതോ കുറച്ച് പേജുകളിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു വളർച്ചയ്ക്ക് എന്തൊക്കെയാണോ എനിക്ക് വേണ്ടത് എന്ന് ഞാൻ അതിനെ തിരിച്ചറിഞ്ഞ്, അത് എന്റെയാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അവരവർക്കേ അറിയാവുള്ളൂ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ കുറവുകൾ, എന്തൊക്കെയാണ് അവർക്ക് കൂടുതൽ ആവശ്യം അതിൽ നിന്ന് എന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന കാര്യങ്ങളെ അവനവന്റെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തി അതിൽ നിന്നും ആ ഒരു വിശപ്പ് ശമിപ്പിക്കുന്ന ഒരു പ്രക്രിയ ശരിക്കും അതായിരിക്കണം, അല്ലെങ്കിൽ അതാണ് ഈ ഒരു ആത്മീയ യാത്ര, ഒരു സ്പിരിച്വൽ ജേർണി, ഒരു പിൽഗ്രിമേജ്. ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ ഒരു പറയുന്നത്, അദ്ദേഹം പറയുന്ന വളരെ ഒരു ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. ഇതൊരു തീർത്ഥയാത്രയാണെന്ന് അദ്ദേഹം പറയും. ഈ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള യാത്ര ഒരു തീർത്ഥയാത്രയാണ്. കാരണം നമ്മൾ എന്തോ തേടിയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ എന്താണ് എനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ്, അപ്പൊ എന്തോ ഒരു കുറവുണ്ട് എന്നില്. അതാണല്ലോ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അങ്ങനെയല്ലേ. ആ ഒരു ഭക്ഷണത്തിന്റെ അഭാവം, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് ഊർജം തരുന്ന എന്തിന്റെ ഒരു അഭാവത്താൽ എന്റെ ശരീരം അതിനോട് പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിന്റെ ഒരു അനന്തര ഫലമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ വിശപ്പ് മാറുന്നു. വെൽ ആൻഡ് ഗുഡ്, കറക്റ്റ്. അത് നമ്മുടെ ഒരു മാനസിക ആത്മീയ വളർച്ചയുടെ ഭാഗമായിട്ടും കൂടെ നമ്മൾ കണക്കാക്കുമ്പോൾ എന്താണ് എൻ്റെ ആത്മീയ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത്, എന്താണ് എൻ്റെ മാനസിക വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് എന്നുകൂടി തിരിച്ചറിഞ്ഞ് അതിനെ എൻ്റെ വിശപ്പായിട്ട് കണ്ട് ആ വിശപ്പിനെ മാറ്റാൻ പാകത്തിലുള്ള കാര്യങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ നിന്നും എടുത്ത് നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യത്തെയാണ് ഈ വിശപ്പ് അല്ലെങ്കിൽ ഒരു ഹംഗ്രി അല്ലെങ്കിൽ ഹങ്കർ എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ അതൊരു ഭക്ഷണം കഴിക്കലിൽ മാത്രം നമുക്ക്
ഒതുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ഒരു മദ്യാസക്തനോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുകയാണ്, നീ വിശന്നിരിക്കരുതെന്ന് പറഞ്ഞാൽ ആ വിശപ്പ് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ എന്താ പറയാ വിഭവങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യാസക്തന് മുന്നിൽ തരുന്നുണ്ട്. പക്ഷെ അവർ നമ്മുടെ മുന്നിൽ ഇലയിട്ട് 24 തരം കറികളും ചോറും എല്ലാ കാര്യങ്ങളും വിളമ്പിയിട്ടും ആ 2 കൈയും കെട്ടിയിട്ടിട്ട് എനിക്കിപ്പോഴും വിശന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും നമുക്കില്ല. ആ കെട്ട് നമ്മൾ അഴിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്ത് നമ്മുടെ ആ ജീവനെയും നമ്മുടെ ആ ഒരു എന്താ പറയാ ആ ഒരു സജീവതയെ നമ്മൾ നിലനിർത്തുക, അതിനെ പുഷ്ടിപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് ആ ഒരു വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നത്. ഇതാണ് നമുക്ക് ആ ഒരു എന്താ പറയാ ഹംഗ്രി അല്ലെങ്കിൽ വിശപ്പ് എന്നുള്ള കാര്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് എൻ്റെ ഒരു എന്താ പറയാ ഒരു ചിന്തയുടെ ഭാഗമായിട്ടൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ആ 12 നമ്മൾ 11-ാം പടിയെ കുറിച്ചുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് പ്രാർത്ഥന, ധ്യാനം എന്നിവയെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് വായിക്കുന്നുണ്ട്. അതായത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ ഉള്ളത്. അത് വളരെ വളരെ എന്താ പറയാ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് സൂര്യപ്രകാശവും ആഹാരവും വായുവും ഒക്കെ എത്രത്തോളം അത്യന്താപേക്ഷിതമാണോ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാതെയോ നമുക്ക് സൂര്യപ്രകാശം കിട്ടാതെയോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാതെയോ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ ഒരു അവസ്ഥ ആ ഒരു രീതിയിലേക്ക് വരണമെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചിന്തിക്കാൻ ശ്രമിച്ചത്. അതായത് ഇത് വെറും ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിന്റെ വിശപ്പ് മാറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയി നമ്മുടെ ആ ഒരു എല്ലാ തലത്തിലുമുള്ള പുരോഗതിക്ക് പ്രാപ്തമാക്കുന്ന രീതിയിൽ ഉള്ള വിഭവങ്ങൾ നമ്മളിലേക്ക് എടുത്ത് നമ്മൾ തന്നെ ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയും കൂടി ഇങ്ങനെ വിശന്നിരിക്കരുതെന്ന് പറയുമ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ചിന്തിച്ചെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്കിനി ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത് ആങ്കർ, നമ്മളോട് എന്താ പറയാ കോപിച്ച് ദേഷ്യം. അതിന് പല വാക്കുകൾ പറയുന്നുണ്ട്. ദേഷ്യം എന്ന് പറയുന്നുണ്ട്, അമർഷം എന്ന് പറയുന്നുണ്ട്, നീരസം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്വേഷം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല വാക്കുകൾ പറയുന്നു. ദേഷ്യമില്ലാത്ത മനുഷ്യരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. എനിക്ക് ചുരുക്കം എൻ്റെ കാര്യം അറിയാവുള്ളൂ. ഞാൻ ഏതൊക്കെയാലും വളരെ ഒരു അമിതമായിട്ടുള്ള ഒരു ദേഷ്യക്കാരനാണ്. നമ്മളോട് ബിഗ് ബുക്കിന്റെ എന്താ പറയാ ഡോക്ടർ സിൽക്വർത്തിന്റെ ആ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അസ്വസ്ഥരും അസംതൃപ്തരും മുൻശുണ്ടിക്കാരുമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ മുൻശുണ്ടി എപ്പോഴും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം എന്തിനാണെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ കോപം വന്ന് പൊട്ടിത്തെറിക്കലും ഒരു സർവനാശം കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. എന്തിനായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇതെവിടെയാ തുടക്കം പോലും പലപ്പോഴും മനസ്സിലാകാറില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് എന്താണ് ഈ മദ്യാസക്തനെ സംബന്ധിച്ച്? ഇപ്പം നമ്മളിപ്പോ റോഡിൽ കൂടെ ഒന്ന് നടന്നു പോകണം, പെട്ടെന്ന് എതിരെ വന്ന ഒരാൾ നമ്മുടെ ശരീരത്തിലൊന്ന് ഇടിച്ചിട്ട് അങ്ങ് പോകണം. അത് മനഃപൂർവ്വം അല്ലാതെയൊക്കെ ആവാം. അത് പെട്ടെന്ന് നമുക്കൊരു പെട്ടെന്നുള്ള പ്രകോപനത്താൽ വരുന്ന ഒരു ദേഷ്യം വരാം. പക്ഷെ ഇയാൾ എന്ത് കാണിച്ച് പോണേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ വരാം. അതൊരു ദേഷ്യം തന്നെ, ഒരു മുൻശുണ്ടിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചു, അതുപോലെയല്ല നമ്മൾ വിചാരിച്ച പോലെ അല്ല നടന്നത്, പക്ഷെ ഇവരെന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളുടെ ഫലമായിട്ട് നമുക്കൊരു ദേഷ്യം വരാം. പക്ഷെ ഈ ഒരു കാര്യം എടുത്തു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈവൻ ജസ്റ്റിഫൈഡ് ആങ്കർ എന്നുള്ളൊരു പ്രയോഗം പോലും മദ്യാസക്തനെ സംബന്ധിച്ച് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതായത് നീതീകരിക്കാവുന്ന കോപം മദ്യാസക്തനെ സംബന്ധിച്ച് നീതീകരിക്കാവുന്നതല്ല കോപം എന്നുള്ളതാണ് ആ രീതിയിലാ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറയുന്നുണ്ടല്ലോ എപ്പോഴും ഈ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കലും കോപിക്കലും ഒന്നും മദ്യാസക്തന് പറഞ്ഞിട്ടുള്ളതല്ല എന്നൊക്കെ ബിഗ് ബുക്കിൽ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇതെങ്ങനെയാണ് നമ്മളിൽ ഈ ഒരു വ്യക്തിയോട് ഉള്ളൊരു കോപം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഒരു ദേഷ്യം ഒക്കെ നമുക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ആ ഒരു 4-ാം പടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു വിദ്വേഷമാണ് പ്രധാന ശത്രു. പ്രധാനം എന്ന് പറഞ്ഞാൽ അതാണ്, ദാറ്റ് ഈസ് ദ നമ്പർ 1 ഒഫൻഡർ എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് ഒരു വിദ്വേഷമാണ്, റിസെന്റ്മെന്റ്. ഇത് പലപ്പോഴും ഈ 4-ാം പടിയൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കാം, ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു റിസെന്റ്മെന്റ് ലിസ്റ്റ് അതൊരു വ്യക്തികളോട് മാത്രമല്ല, ചില വ്യക്തികളോടുള്ള വിദ്വേഷം
ചില സ്ഥാപനങ്ങളോടുള്ള വിദ്വേഷം, ചില തത്വങ്ങളോടുള്ള വിദ്വേഷം. ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് ആ ലിസ്റ്റ് എടുക്കാൻ പറയുന്നത്. ആരോടൊക്കെയാണ് എനിക്ക് വിദ്വേഷമുള്ളത്, ഏതൊക്കെ ആശയങ്ങളോടാണ് എനിക്ക് വിദ്വേഷമുള്ളത്, ഏതൊക്കെ സ്ഥാപനങ്ങളോടാണ് എനിക്ക് വിദ്വേഷമുള്ളത് എന്നുള്ളതൊക്കെ. ആളുകൾ നമുക്കറിയാം, ആളുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, തത്വങ്ങളൊക്കെ ഉണ്ടാവാം. ഇതെങ്ങനെയാണ് ഇപ്പം വെറുതെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ റോഡിലൂടെ നടന്നു എതിരെ വരുന്ന ഒരാൾ നമ്മുടെ മേത്ത് മുട്ടി കടന്നു പോകുന്നു, നമ്മൾ തിരിഞ്ഞു നിന്ന് ഒരു പക്ഷേ നമ്മൾ രണ്ട് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, അയാൾ അങ്ങ് നടന്നു പോയി, നമ്മൾ നമ്മുടെ വഴിക്കും പോയി. ഇതൊക്കെ ഒരു റിസന്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാവും ഇല്ലെന്നാണ് എൻ്റെ അനുഭവവും എൻ്റെ ഒരു തോന്നലും. കാരണം അങ്ങനെ ഒരു റിസന്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരോടും എനിക്ക് റിസന്റ്മെന്റ് ഉണ്ട്. എല്ലാവരുടെയും ലിസ്റ്റ് ഞാൻ റിസന്റ്മെന്റ് ലിസ്റ്റിൽ ഞാൻ എഴുതേണ്ടി വരുന്നതാണ് ആ പടിയായിട്ട് ബന്ധപ്പെട്ട്. ഇതല്ല, അതൊരു നീരസമായിട്ട് നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ ഒരു റിക്കവറി മീറ്റിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വാർഷികം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ വരുന്ന പല വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്ക് നീരസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒരു വിദ്വേഷത്തിന്റെ രൂപത്തിലോ പകയുടെ രൂപത്തിലോ ഒന്നും ഒരു പക്ഷേ ആ ഒരു തലത്തിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പം ഏതിനെ കുറിച്ചാണോ നിരന്തരമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതിനെ കുറിച്ചാണോ ഉള്ള ചിന്തയാണോ എന്നെ ഈ നിരന്തരം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യമാണോ എനിക്ക് ഒരിക്കലും വിട്ടുകളയാൻ സാധിക്കാതെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥത എന്നിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം വരുമ്പോഴാണ് ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു മദ്യാസക്തൻ കോപിക്കരുത്, അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടരുത്, അല്ലെങ്കിൽ അവന്റെ വിദ്വേഷം വച്ച് പുലർത്തരുത് എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ്. കാരണം നമുക്കറിയാം, പലപ്പോഴും നമ്മളൊക്കെ മദ്യപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കലും നമ്മുടെ എന്താ പറയാ ഒരു വളരെ ശാന്തമായി നമ്മൾ ജീവിതത്തിൽ നേടിയെടുത്ത നേട്ടങ്ങളെ കുറിച്ചൊക്കെ ആസ്വദിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിന് നന്മ വരാൻ ഒക്കെ പ്രാർത്ഥിച്ച് ചാരി കടന്ന് ഇളങ്കാറ്റൊക്കെ ഏറ്റ് AC-യുടെ തണുപ്പൊക്കെ അനുഭവിച്ച് മദ്യപിച്ച ആൾക്കാരൊന്നുമല്ലോ നമ്മള്. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഒരാളോടുള്ള ദേഷ്യം മനസ്സിൽ കയറി ഇവനെ എങ്ങനെ ശരിയാക്കാം, അല്ലെങ്കിൽ അവനെ നാളെ എങ്ങനെ അവനിട്ട് ഒരു പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ കൂടുതലും വ്യക്തികളോടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഒരാളോടൊക്കെ അമർഷം തോന്നിക്കഴിഞ്ഞാൽ അത് നേരിട്ട് ചെയ്യാൻ ഒരു പക്ഷേ ഭയമായിരിക്കും, നേരിട്ട് അയാളോട് ഇന്ന് ചോദിക്കാൻ പോലും എനിക്ക് ഭയമായിരിക്കും. അപ്പൊ ആ ഒരു വിദ്വേഷം തീർക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മദ്യശാലയിലോ അല്ലെങ്കിൽ ഒരു മദ്യക്കുപ്പിയോ ഒക്കെ മേടിച്ച് എന്നാലും അവൻ അങ്ങനെ പറഞ്ഞു, എന്നാലും ഇതിനെങ്ങനെ പറഞ്ഞു, എന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഒരു എങ്കിൽ എന്നുള്ള ഒരു തടവറയിൽ നിന്നുള്ള മോചനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിദ്വേഷം, ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം ഒരു പക്ഷെ വിദ്വേഷമൊക്കെ ഒരു പക്ഷേ നമ്മളെ ഒരു മദ്യത്തിലേക്ക് നമ്മളെ നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിഗ് ബുക്ക് വളരെ കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ ആത്മീയാനുഭൂതിയുടെ നിലനിൽപ്പും വളർച്ചയും ലക്ഷ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മറികടന്നേ പറ്റൂ, ഈ ഒരു വിദ്വേഷം എന്നുള്ള ഒരു അവസ്ഥയെ, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം, കോപം എന്നുള്ള ഒരു അവസ്ഥയൊക്കെ നമ്മൾ മറികടക്കുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കൊരു വ്യക്തിയോട് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കൊരു സ്ഥാപനത്തോട് ദേഷ്യം വരുന്നത്. ആ മൈക്ക് ആരോ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് ഓഫ് ചെയ്യോ? അപ്പൊ ഈ വ്യക്തികളോടായാലും സ്ഥാപനങ്ങളോടായാലും തത്വങ്ങളോടായാലും ഒക്കെ ഈ വിദ്വേഷം വരാൻ ഒരു കാരണം ഞാൻ ഇവയൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യാസക്തനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നായി അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. നമ്മള് ഓരോ വ്യക്തികളെയും ഓരോ കാര്യങ്ങളെയും അതായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്വീകരിക്കണമെന്നല്ലേ. ബിൽ ഡബ്ല്യുവിന്റെ ഒരു വളരെ ദിസ് മാറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുക, എന്റെ സൗകര്യത്തിനല്ല, എന്റെ നിബന്ധനകൾക്കനുസരിച്ചല്ല, അല്ലെങ്കിൽ എന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയുമല്ല, മറിച്ച് അവരായിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നിബന്ധനകളുമില്ലാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ മറ്റുള്ളവരെയും മറ്റുള്ളതിനെയും ഞാൻ അതുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്വീകരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ എന്റെ ദേഷ്യത്തിന് അടിസ്ഥാനം, പിന്നെ എന്താ എന്റെ വിദ്വേഷത്തിന് അടിസ്ഥാനം? കാരണം എനിക്ക് ഒരു വ്യക്തി ഒരു പക്ഷേ എന്നോടായിരിക്കാം തെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ എനിക്കൊരു വ്യക്തിയോട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയെ അയാൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം എന്ന് പറഞ്ഞ് ഒരു അനുഭവം, ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയല്ല, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു രമണ മഹർഷി എന്ന് പറഞ്ഞ തിരുവണ്ണാമലയിലുള്ള. അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യം,
ഒരു ഞണ്ട് ഇതിനകത്തായി പോയി, എന്തോ ഒരു കുടത്തിനകത്ത് പുറത്ത് കടക്കാൻ പാകത്തില്ല ഏതോ ഒരു ഹോളിനകത്തായി. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാഹസപ്പെട്ട് അതിനെ കൈയിട്ടെടുത്ത് അതിനെ പുറത്തേക്ക് കളഞ്ഞു. പുറത്തേക്ക് എടുത്തു കളഞ്ഞ ആ സമയത്ത് ഈ ഞണ്ട് ഇദ്ദേഹത്തിന്റെ ഈ മഹർഷിയുടെ കയ്യിൽ വളരെ അമർത്തി അങ്ങ് ഇത് ചെയ്തു, കടിച്ചു. അപ്പൊ ഇത് കണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചാൽ അങ്ങേക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ആ ഞണ്ടിന്റെ ജീവൻ രക്ഷിച്ചിട്ടും ആ ഞണ്ട് താങ്കളെ കടിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് രക്ഷിക്കുക എന്നുള്ളത് എന്റെ സ്വഭാവം, കടിക്കുക എന്നുള്ളത് അതിന്റെ സ്വഭാവം, അത്രേ ഉള്ളൂ. അപ്പം നമ്മളോട് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് അവരുടെ ഒരു പ്രകൃതമായിട്ട് കണ്ട് എന്തുകൊണ്ട് ആ ഒരു അക്സെപ്റ്റൻസ് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ ആ കാര്യത്തിൽ വളരെ 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 പിറകിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പലപ്പോഴും നിബന്ധനകൾക്ക് വിധേയമായിട്ടല്ലാതെ എനിക്ക് ആരെയും സ്നേഹിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഒരാളെയും അംഗീകരിക്കാനും പലപ്പോഴും സാധിക്കാറില്ല. ഇവിടെ ആ ബിഗ് ബുക്കിന്റെ ഒരു മനോഹാരിതയൊക്കെ നമ്മൾ പലപ്പോഴും വെളിപ്പെട്ട് കിട്ടുന്ന ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലാണ്. എന്താണ് എനിക്കിപ്പോ ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമുക്ക് വളരെ കൃത്യമായിട്ട് ബിഗ് ബുക്ക് പറയുന്നുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഒരാളെന്നോട് തെറ്റ് ചെയ്തു, എനിക്ക് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോട് എനിക്ക് ദേഷ്യം തോന്നാം, വിദ്വേഷം തോന്നാം, പക തോന്നാം, അമർഷം തോന്നാം, നീരസം തോന്നാം, എല്ലാം തോന്നാം. പക്ഷെ ഒരു നീതീകരിക്കാവുന്ന കോപം പോലും എനിക്ക് പറ്റില്ലെങ്കിൽ, ഒരു മധ്യാസക്തന് പറ്റില്ലെങ്കിൽ, പിന്നെ എനിക്ക് എന്താണ് അവിടെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതാണ് ആ ഒരു അതിന്റെ ഒരു പ്രയറിന്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടൊക്കെ നമ്മളോട് പറയുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രോഗം ഉള്ള ഒരു മനുഷ്യനായിട്ട് കണക്കാക്കുക. തുടർന്ന് എനിക്ക് എങ്ങനെയാണ് ആ വ്യക്തിയെ സഹായിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചിന്ത. മൂന്നാമതായിട്ട് ആ വ്യക്തിയോട് കോപിക്കുന്നതിൽ നിന്നും എന്നെ രക്ഷിക്കുക എന്നുള്ള ഒരു പ്രാർത്ഥന. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസില് ഞാനത് കുറ്റമായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുന്നതല്ല, പല റിക്കവറി മീറ്റിങ്ങുകളിലോ കേൾക്കാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല കാര്യം, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള നല്ല കാര്യം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിയുമ്പോൾ അതും നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. പക്ഷെ ഇവിടെ പറയുന്നത് ആ ഒരു കോപത്തിന്റെ കാര്യം അല്ലെങ്കിൽ നീരസത്തിന്റെ കാര്യം, വിദ്വേഷത്തിന്റെ കാര്യത്തിൽ പറയുന്നത് ആ വ്യക്തിയോട് കോപിക്കുന്നതിൽ നിന്നും ദൈവമേ അങ്ങ് എന്നെ രക്ഷിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥന ആ വ്യക്തിക്ക് വേണ്ടിയല്ല, മറിച്ച് ആ പ്രാർത്ഥന എനിക്ക് വേണ്ടിയാണ്. കാരണം എനിക്കൊരു പക്ഷേ ഇപ്പൊ മീറ്റിങ്ങിലുള്ള ഒരു 30 പേരുണ്ടെങ്കിൽ 40 പേരുണ്ടെങ്കിൽ 10 പേരോടും എനിക്ക് ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ എനിക്ക് വിരോധം തോന്നാം, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷെ ഒരിക്കലും അത് അറിയുന്നുണ്ടാവില്ല. ആരാണ് അസ്വസ്ഥമാകുന്നത്? ഞാനാണ് അസ്വസ്ഥമാകുന്നത്. അപ്പം എനിക്ക് എങ്ങനെ ആ അസ്വസ്ഥതയിൽ നിന്നും മാറാം? ആ നിങ്ങളോടുള്ള ദേഷ്യത്തിൽ നിന്നും മോചിതനാകാൻ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസരം. അതാണ് ആ ഒരു അവസരമല്ല, ഒരവസ്ഥ. അതാണ് ആ ഒരു കോപത്തിൽ നിന്നും മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നീരസത്തിൽ നിന്നും മറികടക്കാനൊക്കെ ആയിട്ട് ബിഗ് ബുക്ക് നമ്മളോട് പറയുന്ന ആ ഒരു 4-ാം പടിയുടെ ഭാഗമായിട്ടൊക്കെയുള്ള ചർച്ചയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിയോട് നീരസം തുടങ്ങി കോപമായി, അമർഷമായി, ദേഷ്യമായി, വിദ്വേഷമായി, പകയായി, ഇത് പല തട്ടുകളിൽ മുകളിലേക്ക് പോയി അവസാനം ഒരു മദ്യാസക്തൻ മദ്യത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അവനെ രക്ഷിക്കാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു, നീ കോപം നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത്. നോക്കൂ എത്ര കൃത്യമായിട്ടാണ് ഒരു മദ്യാസക്തന്റെ ആ ഒരു അവസ്ഥയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് ഇറങ്ങി ചെല്ലുന്നതെന്ന് നോക്കൂ. നമ്മൾ ആരെങ്കിലും, ഞാൻ ഇത് ഈ ബഹുവചനത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ ഒരാളോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒരാളോടുള്ള പകയാണ് നമ്മളെ പലപ്പോഴും മദ്യത്തിലേക്ക് നയിച്ചിരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? നമ്മളെപ്പോഴും നമ്മളെ ന്യായീകരിച്ച് അവരെന്നോട് അങ്ങനെ ചെയ്യാമായിരുന്നു, അവരെന്നോട് അങ്ങനെ പറയാമായിരുന്നു, ഞാൻ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്റെ എന്തോരം പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട്, എന്തോരം സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അവരങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനോട് നീരസം തുടങ്ങി. അത് പയ്യെ ദേഷ്യമായി, കോപമായി, നീരസമായി, വിദ്വേഷമായി, പകയായി. ഇതെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത് ഒരു മദ്യക്കുപ്പിയുടെ സഹായത്താലാണ്. അല്ല സ്വതന്ത്രമായിട്ട് വളരെ ശാന്തമായിട്ട് ഏതെങ്കിലും ദേവാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശ്രമാന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചർച്ച ചെയ്തോ അല്ലല്ലോ ഒന്നും തീരുമാനിക്കുന്നത്. ഇത് ആ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഒരു കുപ്പി മദ്യത്തോട് കൂട്ടുപിടിച്ച് ചിന്തിക്കുകയാണ്. എന്നാലും അവൻ ആ വ്യക്തി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പം ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് പെട്ടെന്ന് ഞാനിപ്പോ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ അയൽവക്കക്കാരനോട് ദേഷ്യപ്പെട്ടു, ഞാൻ നാളെ പോയി മദ്യപിക്കും എന്നല്ലല്ലോ ഇതിനർത്ഥം. മറിച്ച് അൾട്ടിമേറ്റ് ആയിട്ട് ഇത് പയ്യെ വളർന്നു ഒരു വെള്ളവും വളവും ഒക്കെ ഇട്ട ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്തെങ്ങനെ മുളച്ച് വലുതായി വരുന്നോ, അല്ലെങ്കിൽ ഒരു വിത്താണെങ്കിൽ നമുക്ക് മണ്ണിൽ നിന്ന് ഇളക്കി മാറ്റി കളയാം. അതൊരു വലിയൊരു വൃക്ഷമായി തീർന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
അപ്പൊ അത്രത്തോളം ആ ഒരു വിദ്വേഷം എന്റെ മനസ്സിൽ ആ വേര് ഊന്നിക്കഴിഞ്ഞാൽ പിന്നെ പറിച്ചു മാറ്റുക എന്നുള്ളത് വളരെ വിഷമകരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇൻ അഡ്വാൻസ് നമ്മളോട് പറയുകയാണ് ഈ ഒരു കാര്യം, ആ ഒരു കോപത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത്. ഇത് നമുക്ക് ആ ഒരു എന്താ പറയാ ആങ്കർ എന്നുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ആ വിശപ്പിന്റെ കാര്യം പറഞ്ഞു, ആങ്കർ, കോപം അല്ലെങ്കിൽ വിദ്വേഷം, എന്തും നമ്മുടെയൊക്കെ ഒരു യുക്തം പോലെ നമുക്ക് എടുക്കാം. അതിന്റെ കാര്യവും നമുക്ക് ഈ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നീട് പറയുന്നത് ഏകാന്തതയാണ്, ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് പലപ്പോഴും എനിക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന സമയത്ത്. അതായത് ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ ഡിസീസ് ഓഫ് ലോൺലിനെസ്, ഒരു ഏകാന്തതയുടെ രോഗം കൂടെയൊക്കെ ഇടയ്ക്ക് ഇതിലേക്കോ ആരൊക്കെയോ ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണിപ്പം നമ്മളാരും ഏതെങ്കിലും ഒറ്റപ്പെട്ട ദ്വീപിൽ താമസിച്ചിരുന്ന വ്യക്തികളൊന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിനകത്ത് ഈ ജീവനുള്ള വ്യക്തി. പലപ്പോഴും നമ്മളിപ്പോ കുട്ടിക്കാലത്തൊക്കെ അങ്ങനത്തെ കഥകളൊക്കെ വായിച്ചിട്ടില്ല. ഒരു കപ്പലില് കുറെ പേര് പോകുന്നു, കടലിൽ നടുക്കെത്തി കഴിഞ്ഞപ്പോൾ കപ്പല് മുങ്ങിപ്പോകുന്നു, അതിൽ നിന്ന് ഒരു കുട്ടി മാത്രം രക്ഷപ്പെടുന്നു, അത് നീന്തി അടുത്തുള്ള ദ്വീപിൽ കയറുന്നു, അവിടെ വേറെ മനുഷ്യവാസമൊന്നുമില്ല, കുറെ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ അവരോട് സഹവസിക്കുന്നു, അവിടെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചിരുന്ന ചില കഥകളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ അവസ്ഥ. നമ്മൾ മദ്യാസക്തനായിരുന്നെങ്കിലും നമുക്കൊക്കെ നമ്മളെ ഒരു കുടുംബജീവിതം നയിച്ചിരുന്നു, നമ്മൾ സമൂഹ ജീവിതം നയിച്ചിരുന്നു, നമ്മളൊക്കെ ഒരു തൊഴിലുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ ഈ സമൂഹത്തിൽ ഈ ജനക്കൂട്ടത്തിന് നടുവിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അത് എല്ലാവരോടും പല രീതിയിലും ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മദ്യാസക്തനോട് നീ ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരേണ്ട ഒരു ഉത്തരം, ഞാൻ അനുഭവിച്ചിട്ടൊന്നുമില്ല. എന്താ കാര്യം, എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പിന്നെ എന്താ കാര്യം, ഞാൻ ജോലി സ്ഥലത്ത് ഇത്രയും പേരുണ്ട്. അതല്ല, നമ്മൾ ശാരീരികമായിട്ട് കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഈ ഡെത്ത് സെന്റൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ വധശിക്ഷ ഒക്കെ കൊടുക്കുന്ന പ്രതികളെ സംബന്ധിച്ച് അവരെ പിന്നെ ഒരു സോളിറ്ററി കൺഫൈൻമെന്റ് ആണ്. അവരെ മാത്രമാണ് ആ ഒരു ഇതിനകത്ത് ഇടുകയുള്ളൂ, സെല്ലിൽ ഇടുകയുള്ളൂ. സമയത്ത് ഭക്ഷണം ആരെങ്കിലും കൊണ്ടേ കൊടുക്കുകയുള്ളൂ, വേറെ ആരുമായിട്ടും ഒരു ഇതിനുള്ള ഒരു അവസരം അവർക്കില്ല, വേറെ ആരുടെയും കൂടെ അവരെ താമസിപ്പിക്കില്ല. അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു കാരാഗൃഹത്തിൽ ജീവിച്ച വ്യക്തികളൊന്നുമല്ലോ നമ്മള് ഈ സമൂഹത്തിൽ തന്നെ ജീവിച്ച വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് നീ ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം നമ്മളൊക്കെ ജനക്കൂട്ടത്തിന് നടുവിൽ ജീവിച്ച വ്യക്തികളാണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെയൊക്കെ ചിന്തകള്, നമ്മുടെയൊക്കെ ഒരു കുടിയുടെ അവസാന ഘട്ടത്തിലോ അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടത്തിലോ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള ചില പരാതികൾ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും ഒരാള് ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാത്ത ഇപ്പൊ ഒരു 10 പേരുണ്ടെങ്കിൽ അതിലൊരു 3 പേരെങ്കിലും നമ്മൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ മദ്യപാന നാളുകളിൽ. അതിനുശേഷവും ചിന്തിച്ചേക്കണം, പിന്നെയാണോ മദ്യപിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്? അത് നമ്മൾ ഏകനായിട്ട് എവിടെയെങ്കിലും മലയുടെ മുകളിൽ ജീവിച്ചിട്ടൊന്നുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു 5-6 പേരുള്ള കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പോലും നിങ്ങളാരും എന്നെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളാരും എന്നെ സഹായിക്കുന്നില്ല, നിങ്ങളാരും എന്നെ പരിഗണിക്കുന്നില്ല, നിങ്ങളാരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പരാതിയും പരിഭവവും പറഞ്ഞ് എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് ഒരു ആത്മഹത്യക്ക് മുതിരുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിച്ചിട്ടാണോ? അല്ലല്ലോ. അപ്പൊ എന്തോ ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്നും, ഈ സമൂഹത്തിലുള്ള മറ്റുള്ളവരിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന എന്തോ ഒരു കാര്യം നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒന്നുകിൽ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവർ നമ്മളെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ മാറ്റി നിർത്തും. എങ്ങനെയായാലും ശരിയാവും. ഒന്നുകിൽ ബാക്കിയുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ഒറ്റപ്പെടുത്തും. ഏതായാലും നമ്മൾ ഈ ഏകാന്തത എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം ബിഗ് ബുക്കില് നമ്മുടെ ഇത് തുടങ്ങുന്നുണ്ടല്ലോ, ബില്ലിന്റെ കഥ തുടങ്ങുന്ന ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വളരെ ഏകനായിരുന്നു, ഐ എം വെരി ലോൺലി, ഞാൻ വളരെ ഏകനായിരുന്നു, അതുകൊണ്ട് കുടിയിലേക്ക് പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ഒറ്റപ്പെട്ട ചെന്നായെ പോലെയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു സെന്റൻസ് ഇങ്ങനെ എപ്പോഴും എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു ഒറ്റപ്പെട്ട ചെന്നായെ പോലെയായിരുന്നു. ചെന്നായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഈ രക്തം രുചിച്ചിട്ടുള്ള മൃഗമാണ്, അല്ലാണ്ട് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഇതല്ല, ഒരു ജന്തു അല്ല അത്. അപ്പം ആ ഒരു പക നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ആ ഒരു പകയും വിദ്വേഷവും ഉണ്ടല്ലോ, ആ പകയും
ഏകാന്ത മനോഭാവം കൂടെ കൂടിക്കഴിയുമ്പോൾ ഒരു മദ്യാസക്തൻ എത്രത്തോളം അപകടകാരിയാകുമെന്നുള്ള ഒരു സൂചനയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഏകാന്തത നമുക്ക് അന്യമല്ല. 12 എവിടെയോ പറയുന്നുണ്ട്, എല്ലാ മദ്യപാനികളും ഏകാന്തതയാൽ പീഡിപ്പിക്കപ്പെടുകയും ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു പീഡനമായിരുന്നല്ലോ നമുക്ക്. ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പീഡനമല്ലാതെ മറ്റെന്താ? നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം സമൂഹത്തിൽ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നു, അവരവരുടെ കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നു, അവരവരുടെ കുടുംബത്തോടൊപ്പം മറ്റ് ഉല്ലാസയാത്രകൾ നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം വളരെ ഭദ്രമായിട്ട് മുന്നോട്ട് പോകുന്നു, അവരവരുടെ ജോലി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്നു, സമൂഹത്തിൽ നിന്ന് അവർക്ക് അർഹമായ അംഗീകാരം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇതൊന്നും എനിക്ക് സാധ്യമാകുന്നില്ല എന്നുള്ള ഒരു ചിന്ത. അപ്പം അതിൽ നിന്നും വരുന്ന ഒരു സ്വയം സഹതാപമുണ്ട് നമുക്ക്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തയിൽ നിന്നും വരുന്ന ഒരു സ്വയം സഹതാപം. നമ്മുടെ ഏതോ ഇതിനകത്ത് പറയുന്നുണ്ട്, എന്താ പറയാ, ഒരു ബിഗ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വി ഹാഡ് ട്രബിൾസ് വിത്ത് അവർ പേഴ്സണൽ റിലേഷൻഷിപ്പ്. എങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ അടിമുടി കുഴപ്പങ്ങളുള്ള ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് അവൻ ഏകാന്തനായില്ലെങ്കിൽ അല്ലേ അത്ഭുതം നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോഴും ഏകാന്തതയല്ല, നമ്മളപ്പോഴും കൂട്ടുപിടിച്ചിരുന്നത് ഈ മദ്യത്തെയായിരുന്നു. കാരണം നമുക്ക് സംസാരിക്കാൻ, നമ്മൾ പറയുന്നത് കേൾക്കാൻ, നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പങ്കുവയ്ക്കൽ സ്വീകരിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തയിൽ നമ്മൾ മദ്യത്തെ കൂട്ടുപിടിച്ച് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കുകയും നമ്മൾ സന്തോഷം പങ്കിടുകയും അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ ചോർത്തിക്കളയുകയും ഒക്കെ അതിലൂടെ നമ്മൾ ചെയ്തിരുന്നു. ഞാനും എൻ്റെ മുന്നിലിരിക്കുന്ന മദ്യക്കുപ്പിയുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലൂടെ. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഒരു ഏകാന്തനായിരിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ നാളെ തൊട്ട് ഏറ്റവും തിരക്കിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലോ, മറിച്ച് എന്താ പറയാ, ഒരു നിരാശയിലേക്കോ അല്ലെങ്കിൽ സ്വയം സഹതാപത്തിലേക്കോ വീണു പോകാതിരിക്കാൻ പാകത്തിലുള്ള ചില മുന്നൊരുക്കങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഒരു മദ്യാസക്തൻ അവനവന്റെ ജീവിതത്തിൽ നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ആൽക്കഹോളിക്സ് അനോണിമസ് ഈ ഫെലോസ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു ഫെലോസ് എന്ന് പറയുന്നത് എന്താ? എന്റെ അതേ രീതിയിലുള്ള മറ്റു വ്യക്തികളെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ കാണുന്നത്. അവർ പലരും ആയിരിക്കാം, അവര് ഉയർന്ന ഉദ്യോഗമുള്ളവരായിരിക്കാം, ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ അവരെല്ലാവരും മദ്യാസക്തരാണെന്ന് ഒരു റിക്കവറി മീറ്റിംഗിൽ വന്നോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സംഭാഷണത്തിലോ സമ്മതിക്കുമ്പോൾ ഞാനും നിങ്ങളെ പോലെയുള്ളവരാണ് സുഹൃത്തെ എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വരുമ്പോൾ എനിക്കൊരു സംവാദത്തിൽ അല്ലെങ്കിൽ എനിക്ക് അവരുമായിട്ട് സംവദിക്കുന്നതിന് ഒരു മാർഗം, ഒരു വഴി എനിക്ക് അവിടെ തുറന്നു കിട്ടുകയാണ്. അപ്പൊ അവിടെയാണ് എന്റെ ഏകാന്തതയെ അലിയിച്ചു കളയാൻ പാകത്തിൽ എനിക്ക് ആദ്യം കിട്ടുന്ന വാതിൽ തുറന്നു കിട്ടുന്ന ഒരു അവസരമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്നോടൊപ്പമുള്ള മറ്റ് മദ്യാസക്തർ. കാരണം ഞാൻ പറയുന്നത് അവർക്കും, അവർ പറയുന്നത് എനിക്കും മനസ്സിലാകുന്ന ചില സാഹചര്യങ്ങൾ. വ്യത്യസ്തതകൾ ഒരുപാട് ഉണ്ടാവാവുന്നേ മറ്റു കാര്യങ്ങളിൽ. പക്ഷെ നമ്മളെല്ലാവരും ബന്ധപ്പെട്ട് ബിഗ് ബുക്കിൽ പറയുന്നുണ്ടല്ലോ, ഒരു തോണി മറിഞ്ഞ് നമ്മളെല്ലാവരും ഒരേ കപ്പൽ യാത്രയുടെ ഭാഗമായിട്ടൊക്കെ നമുക്കൊക്കെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ സുബോധമായിട്ട് നിൽക്കുക, നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ പോകുമ്പോൾ എനിക്ക് സമ്മതിക്കാൻ പാകത്തിന് ഒരാളെ എനിക്ക് അവിടെ കിട്ടുകയാണ്. അങ്ങനെ ഈ ഏകാന്തതയിൽ നിന്നുള്ള മോചനം. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും മാനസിക പ്രശ്നം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിളിക്കുക, അല്ലെങ്കിൽ കുടിക്കുന്നതിന് മുൻപ് സ്പോൺസറെ വിളിക്കാന്നൊക്കെ നമ്മുടെ ടോക്കന്റെ പുറകിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. കുടിച്ചു കഴിഞ്ഞിട്ടല്ല വിളിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നതിന് മുൻപ് നമ്മൾ വിളിക്കണം എന്നൊക്കെ പറയുന്നത് എന്നെ മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു വ്യക്തിയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പൊ ഒരു ഏകാന്തതയുടെ തുരുത്തിൽ നിന്നും പുറത്ത് കടക്കേണ്ട ഒരാവശ്യം, അല്ലാതെ ഒരു മുറി അടച്ചിട്ടോ അല്ലെങ്കിൽ ആള് കയറാത്ത ഏതെങ്കിലും ബങ്കറിനകത്ത് അടച്ചിട്ടോ ഇരിക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ല, മറിച്ച് ഒരു കടുത്ത നിരാശ, ഒരു സ്വയം സഹതാപം, എന്താ പറയാ, മറ്റുള്ളവരോടുള്ള പക, ഇങ്ങനെ എല്ലാ വികാരങ്ങളും കൂടി സ്വയം ഉള്ളിലേക്ക് ഒതുങ്ങുന്ന പ്രകൃതത്തിൽ നിന്നും പതുക്കെ പുറത്തേക്കുള്ള ഒരു ക്ഷണം ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യാസക്തനോട് പറയുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കമാണ് നമ്മളോട് ഈ മറ്റ് അംഗങ്ങളുമായിട്ടുള്ള ബന്ധം. അതുമല്ലല്ലോ ആൽക്കഹോളിക്സ് അനോണിമസ് ലക്ഷ്യമിടുന്നത്. ഏതോ ഒരു ഇതിനകത്ത് ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്, ഈ സമൂഹത്തിലെ നമ്മുടെ ഒരു മികച്ച പൗരന്മാരായി തീരുക എന്നുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ഈ സമൂഹം എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ മാത്രമല്ലല്ലോ, എത്രയോ ആൾക്കാർ, എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്ന ഒരു കാര്യം. പണ്ടങ്ങനെ ആയിരുന്നില്ല, എവിടെ ചെന്നാലും അയ്യോ ഞാൻ അവിടെ വന്നാൽ ശരിയാവില്ല,
അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങോട്ടില്ല, എന്താ എനിക്ക് തന്നെ തോന്നിയാണ് ഞാൻ അവിടെ യോജിച്ച ആളല്ല എന്ന് തോന്നിയ, മറിച്ച് ഇതിനപ്പുറത്തേക്ക് മാറി ആൽക്കഹോളിക്സ് അനോണിമസ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ഞാനും ഏതൊക്കെയോ തലത്തിൽ, പരിമിതികൾ ഉണ്ടാവാം, പക്ഷെ ഏതൊക്കെയോ തലത്തിൽ ഞാൻ ഈ ലോകവുമായിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയുമായിട്ട്, ഈ ഒരു പ്രപഞ്ചവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്ത മദ്യാസക്തനിലേക്ക് വരിക. നേരത്തെ അതില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു അനാവശ്യമാണ് ഈ ഭൂമിയിൽ നിന്നുള്ള ചിന്തയിൽ നിന്നല്ലേ നമ്മൾ ഈ പലപ്പോഴും ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇതല്ല, പലപ്പോഴും എന്താ, നമ്മൾ ഈ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ജീവിക്കാൻ പാകത്തിൽ സ്വയം മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയല്ലേ ആൽക്കഹോളിക്സ് അനോണിമസിൽ പലപ്പോഴും നടത്തേണ്ടത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാനൊരു അനാവശ്യമാണെന്നുള്ള ചിന്തയിൽ നിന്നും ഞാനൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ളതല്ല, മറിച്ച് ഈ ഒരു വലിയ പ്രപഞ്ചത്തിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പങ്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ള ആ ഒരു ചെറിയ ബോധ്യത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളത്. അതാണ് ഈ ഒരു ഏകാന്തത എന്ന് പറയുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആരുമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ആൾക്കൂട്ടത്തിന് നടുവിലായിരിക്കുമ്പോൾ പോലും ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന മദ്യാസക്തൻ ആ ഒരു ചിന്തകൾക്ക് വിധേയമായിട്ട് ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് പോകാനുള്ള ഒരു മാർഗം അടുത്ത മദ്യഷാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നും മാറി ആ ഏകാന്തതയെ മറികടക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ കെയിം ടു ബിലീവ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, പറയുന്ന കാര്യമല്ല, അതൊക്കെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസസ് ആണ്. അതിൽ ഇതിന്റെ തലക്കെട്ട് എങ്ങനെയാണ്, ഫ്രം ലോൺലിനെസ് ടു സോളിറ്റ്യൂഡ് എന്ന്. രണ്ടും ഏകാന്തത തന്നെയാണ്. ഒരു സോളിറ്റ്യൂഡിലേക്ക് കുറച്ചുകൂടി നമ്മൾ ആ ഒരു ഹയർ പവറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, കുറച്ചുകൂടി ഒരു എന്താ പറയാ, നമ്മൾ ആദ്യം പറഞ്ഞ സജീവമായിട്ട് നിലനിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയൊക്കെ ഇതിനായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ ഒരു മഹത്തായ ശക്തിയുമായിട്ട് ഐക്യപ്പെട്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾ അനുഭവിച്ചത് അന്നത്തെ ഏകാന്തതയല്ല ഇപ്പോൾ അനുഭവിക്കുന്നത്, മറിച്ച് വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു സോളിറ്റ്യൂഡ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറേണ്ട കാര്യമൊക്കെ ആ ആർട്ടിക്കിൾ വായിക്കുന്നുണ്ട് നമ്മൾ. ഏതായാലും നമ്മുടെ ആ ഒരു കൊടും നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകളെ മാറ്റി നിർത്തി പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ആ ചില ടിപ്സുകൾ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ആ ഏകാന്തതയെ മറികടക്കുക. പ്രത്യേകിച്ചും ഇതൊരു ഏകാന്തത കൃത്യമായിട്ട് ഒരു മദ്യാസക്തൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ നിന്ന് മാറി ദിസ് ഈസ് മൈ പ്ലേസ്, അല്ലെങ്കിൽ ഞാനും ഇവിടെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് വരാൻ പാകത്തിൽ ഒരു മദ്യാസക്തൻ മാറുക എന്നുള്ളതാണ്. ഇതൊന്നും ആരും കൊണ്ടുവന്ന് മാറ്റുന്നതല്ല, ഇതൊക്കെ സ്വയം മാറുക എന്ന് മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മള് 3 കാര്യങ്ങൾ കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. സമയം എനിക്ക് തോന്നുന്നു 5-6 മിനിറ്റ് കൂടെ ഉണ്ടോ തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ചർച്ചയല്ല, ഈ ഒരു ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. എന്താ പറയാ, ആ ഒരു ടയർഡ്നെസ്, ക്ഷീണം വളരെ കൃത്യമാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ വിശന്നിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരും, ക്ഷീണം വരുമ്പോൾ ദേഷ്യം വരും. അതൊക്കെ എനിക്ക് അങ്ങനെയുള്ള ആളാണ്. വിശന്ന് കഴിയുമ്പോൾ എനിക്ക് ക്ഷീണം വരുമ്പോൾ എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ഓരോ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, ശാരീരികമായിട്ട് അധ്വാനിക്കുന്നവരുണ്ടാവാം, മാനസികമായിട്ട് അധ്വാനിക്കുന്നവരുണ്ടാവാം. എന്തായാലും ആ ഒരു ജോലിയുടെ അവസാനം നമുക്ക് ക്ഷീണം വരും. അപ്പൊ എങ്ങനെയായാലും നമുക്ക് പെട്ടെന്ന് ഒരു ചിന്ത വരുന്ന ശരീരത്തിന്റെ ഊർജ്ജം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, അവസാനം ഒന്ന് റിലാക്സ് ചെയ്യാൻ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. വളരെ തിരക്കുള്ള കുറച്ച് ദിവസങ്ങളുടെയൊക്കെ അവസാനം 2 പെഗ് അടിച്ച് റിലാക്സ് ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് ബാറിലേക്കൊക്കെ പോകുന്നത്. പിന്നെ കഥകൾ നമുക്ക് അറിയാലോ, 2 പെഗ് 2 പൈന്റ് 2 ഫുള്ളും ഒക്കെ ആയിട്ട് മാറുന്ന അവസ്ഥ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു റിലാക്സേഷൻ നമുക്ക് ഈ മദ്യം തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പറയുന്നുണ്ട് ആ ഒരു ക്ഷീണാവസ്ഥയിൽ നിന്നും മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ക്ഷീണിതമാവുന്ന അവസ്ഥയിലേക്ക് പോകാതെ അതിനു മുൻപ് തന്നെ ആ ഒരു ശരീരത്തെ ഏറ്റവും ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള അധ്വാനമാണെങ്കിലും ഒക്കെ ശരി തന്നെയാണ്. ഒന്നിനേക്കാൾ മെച്ചമൊന്നും ഒന്നിനേക്കാൾ താഴെയൊന്നും അല്ല. എല്ലാം ശാരീരിക അധ്വാനമാണെങ്കിലും ഭൗതിക തലത്തിലുള്ള ശ്രമങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ സുബോധ ജീവിതത്തിൽ പറയുന്നുണ്ട്, ആ ഒരു മതിയായ വിശ്രമം എടുക്കാൻ പറയുന്നു, ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ശരിയായ നല്ല കാര്യം, നമുക്കൊക്കെ അത് ജീവിതത്തിൽ ഒരുപാട് പ്രയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് വെറും നമുക്ക് ആ രീതിയിൽ മാത്രം എടുക്കുന്നതിന് പകരം, ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്തു, വൈകുന്നേരം 7 മണിയായപ്പോൾ ക്ഷീണിച്ചു. അപ്പം ക്ഷീണിക്കാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്തു. അതൊക്കെ ഒരു ശാരീരിക അവസ്ഥ, നമ്മുടെ മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടുമായിരിക്കും. കുറച്ചുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണിത് ഈ ക്ഷീണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു എക്സോഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പരിശീലനമാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ആസ്ബിലിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ ഏതോ ഒരു ഭാഗത്ത് ഈ പൊതുവെ നമ്മൾ ഈ പുനർപതനത്തിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ഇതാണ്, ഈ പരിശീലനത്തിനാവുക. അത് പരിശീലനത്തിനാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ശാരീരികാധ്വാനമോ അല്ലെങ്കിൽ മാനസികാധ്വാനമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രവർത്തികളുടെയൊക്കെ അവസാനം വരുന്ന ശാരീരിക മാനസിക ക്ഷീണം എന്നുള്ളതിലുപരി ചില സമയത്ത് നമുക്ക് തോന്നാറില്ല, ഈ നമ്മൾ എന്തൊക്കെ ഒരു ശ്രമം നടത്തിയിട്ടും ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തീർന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തീർന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സോഴ്സസ് എല്ലാം തീർന്നു, ഇനി ഒരു രക്ഷയും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഒക്കെ നമ്മൾ ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ മദ്യം കഴിക്കുന്ന ഒരു അവസ്ഥ. അതായത് ചില പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ദേഷ്യമായി, നിരാശയായി, സ്വയം സ്വഭാവമായി, ഡിപ്രഷനായി ഒക്കെ ആയി പോയി മദ്യം കഴിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ എന്താണ് ഈ പരിശീലനം? ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് അവന്റെ റിസോഴ്സസ് ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ അതിനൊരു അവസാനമുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പ്രത്യേകിച്ചും മദ്യാസക്തിയുടെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ആ ഒരു കപ്പാസിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആ ഒരു റിസോഴ്സസിന് കുറച്ച് പരിമിതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലാത്തവരുണ്ടാവും കേട്ടോ, പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് വളരെ പരിമിതമാണ് എൻ്റെ ചില കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മദ്യമായിരുന്നു. അപ്പൊ ഇവിടെ ആ ഒരു ടയർഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു എക്സോഷൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഒരിടത്ത് ഒരിക്കലും ഒരു കാര്യം കേട്ടതാണ്, അത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ ഒരു വലിയ ശക്തി അല്ലെങ്കിൽ ഹയർ പവർ, പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ദൈവം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. അപ്പൊ ആ ഒരു എന്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാം പടിയിലൊക്കെ പറയുന്ന നമ്മളെ സുബോധവാനാക്കുവാൻ നമ്മളെക്കാൾ വലിയൊരു ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഒരു നിസ്സഹായാവസ്ഥ തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ രണ്ടാം പടിയിൽ പറയുന്ന തത്വം വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ പരിക്ഷീണത എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു നിരാശയ്ക്ക് ഒരു സ്കോപ്പ് ഇല്ല അവിടെ. ഒരു പരിക്ഷീണത എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം എൻ്റെ ആ റിസോഴ്സസ് എല്ലാം കഴിഞ്ഞാൽ പോലും എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഒരു നിരാശയ്ക്കോ അല്ലെങ്കിൽ ഒരു ക്ഷീണാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഒരു പരിക്ഷീണതയിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്? അപ്പോൾ പലപ്പോഴും ഞാനൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അവസാനം ഈ ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ചീത്ത പറഞ്ഞ് ഇവരെയും ചീത്ത പറഞ്ഞ് ഒരുമാതിരി വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് മാറും. കാരണം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ എന്നിട്ടും ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ സ്വയം ശപിക്കലായി, അല്ലെങ്കിൽ അവരെ ശപിക്കലായി, ഇവരെ വഴക്ക് പറയലായി, കുടിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ചെയ്യും. അപ്പൊ അതിൽ നിന്ന് മാറി എന്തുകൊണ്ടാണ് ആ ഒരു എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ ഇടപെടലിനുള്ള ഒരു സാഹചര്യം പോലും കൊടുക്കാതെ പലപ്പോഴും മദ്യത്തിലേക്ക് വീണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പം ക്ഷീണിച്ചിരിക്കുക അല്ലെങ്കിൽ പരിശീലനാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ശാരീരികാധ്വാനത്തിന്റെ ഫലമായിട്ട് റെസ്റ്റ് എടുക്കണം, അതൊക്കെ നല്ല കാര്യം കേട്ടോ, മോശം കാര്യം നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നിരാശനായി പോകാതെ ആ ഒരു വലിയ ശക്തിയുടെ ഇടപെടലിന് അവസരം കൊടുക്കുക എന്നുള്ളൊരു സാഹചര്യം കൂടി നമ്മൾ അതിനോടൊപ്പം ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പം നമ്മളോട് ക്ഷീണിച്ചിരിക്കരുത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതുവരെ കൊണ്ടുവന്ന് എത്തിക്കാന്നല്ല, മറിച്ച് അതിന് മുൻപേ തന്നെ നമുക്ക് ഈ ഒരു വലിയ സഹായത്തിന് വേണ്ടി നമ്മൾ എത്രയോ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ നോക്കുന്നുണ്ട്. എത്രയോ പ്രാർത്ഥനകൾ, എത്രയോ എന്താ പറയാ സുബോധം നിലനിർത്താൻ ആവശ്യമായുള്ള ടിപ്സുകൾ, ഇതൊക്കെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ. ആ ഒരു കാര്യങ്ങളൊന്നും അവലംബിക്കാതെ അയ്യോ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ലോകം അവസാനിപ്പിച്ചു, എല്ലാം തീർന്നു, എനിക്കൊക്കെ പലപ്പോഴും വരുന്ന ഒരു തീർന്നു, ഇടപാട് തീർന്നു എന്ന് പറഞ്ഞ് ആ എന്താ പറയാ വാളും പരിചയം നിലത്ത് വച്ച് കീഴടങ്ങുന്ന ഒരവസ്ഥ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈ വലിയ ശക്തി എന്നൊക്കെ പറയുമ്പോൾ പോലും ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് പറയുന്ന മാർഗങ്ങൾ എന്തുകൊണ്ടാണ് അവനവന്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ മടി കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനോടൊരു അകൽച്ച പലപ്പോഴും കാണിക്കുന്നത്? അത് പാടില്ല. കാരണം അതിനെ ഞാൻ സമയാസമയങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രമാണ് എനിക്ക് ആ മാനസികാവസ്ഥയിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയുള്ളൂ. അപ്പൊ അതില്ലാതെ അതിനൊന്നും തയ്യാറാവില്ല, മറിച്ച് ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ പരിക്ഷീണനായിട്ട് ഈ യുദ്ധം കഴിയുമ്പോൾ അങ്ങ് കീഴടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ്
ആൽക്കഹോളിക്സ് അനോണിമസ് എന്നോട് പറയുന്ന ചില കാര്യങ്ങൾ, നീ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെ ഇത് ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. എന്തുകൊണ്ട് എനിക്ക് ആ വിവേകപൂർവ്വം കൃത്യം സമയത്ത് ഓരോരോ തത്വങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് എടുത്ത് ഉപയോഗിച്ച് ആ മാനസികാവസ്ഥയിൽ നിന്നും മോചനം നേടാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പരിക്ഷീണനായിട്ടിരിക്കരുത്, അല്ലെങ്കിൽ എന്താ പറയാ ക്ഷീണിച്ചിരിക്കരുതെന്ന് പറയുമ്പോൾ വെറും ആ ഒരു നമ്മുടെ ശാരീരിക ക്ഷീണത്തെയോ അല്ലെങ്കിൽ മാനസിക ക്ഷീണത്തെയോ മാത്രം അതിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ, കാരണം എന്റെ കഴിവുകൾക്ക് അല്ലെങ്കിൽ എന്റെ ചില കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷെ പരിമിതി ഇല്ലാത്ത അപരിമേയമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ആൽക്കഹോളിക്സ് അനോണിമസിലുണ്ട്. അതാണല്ലോ, അതിനെക്കുറിച്ചാണല്ലോ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. അതിലേക്ക് എന്തുകൊണ്ട് എന്റെ ശ്രദ്ധ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് എന്തുകൊണ്ട് എന്റെ നോട്ടം ചെല്ലുന്നില്ല, അതിലേക്ക് ചെല്ലാതെ ആ എന്നെ എക്കാലത്തും കീഴടക്കിക്കൊണ്ടിരുന്ന മദ്യത്തിലേക്ക് എന്തുകൊണ്ട് വീണ്ടും നോട്ടം ചെല്ലുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിനോട് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നു എന്നുള്ള ഒരു ചിന്ത ഇതുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് നോക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി ആ നമ്മുടെ ചിന്തയെ വിശാലമാക്കി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഈ ഒരു 4 കാര്യങ്ങളെ കുറിച്ചും സാമാന്യമായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. വിശന്നിരിക്കരുതെന്ന് പറയുമ്പോൾ വെറും ശരീരത്തിന്റെ വിശപ്പിനെ കുറിച്ച് അപ്പുറത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കോപം നമ്മളെ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു, ഏകാന്തത എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ടയർഡ്നെസ് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ട് ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കി എടുക്കേണ്ടതെന്നൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യാസക്തനോട് പറയുന്ന ഒരു കാര്യവും അപ്രധാനമുള്ളതല്ല, അല്ലെങ്കിൽ ഒരു കാര്യവും തെറ്റുള്ളതല്ല. മറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെപ്പോഴെങ്കിലും നമുക്ക് പ്രയോജനം വരുന്നതാണ്. അതില് ഈ ഒരു വിഷയം, ഈ ഹോൾട്ട് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു അനുഭവവും എൻ്റെ ഒരു ബോധ്യവും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര നേരം ഞാൻ സംസാരിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ധാരണയിൽ വന്ന കാര്യങ്ങളാണ് ഇതൊരു പക്ഷെ കേൾക്കുന്നവർ അവർക്ക് സ്വീകാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിലും എൻ്റെ തോന്നലിലും ഒക്കെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാൻ സാധിച്ചത്. ഏതായാലും സമയവും ഏതാണ്ട് കഴിയാറായി. എല്ലാവരോടും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ അവസരം തന്ന ജ്വാല ഗ്രൂപ്പിനും നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ കുറെ കാലമായി ഈ ഒരു സംവിധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഏതായാലും എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു രാജേഷ് ചേട്ടാ. താങ്ക് യു. ഞങ്ങൾ